വളാഞ്ചേരി പൂക്കാട്ടിരി വട്ടപ്പറമ്പിൽ വയോധികനെ വഴിയിൽ തടഞ്ഞുവെച്ച് ക്രൂരമായി മർദ്ദിച്ചു. വളാഞ്ചേരി പൂക്കാട്ടിരി വട്ടപ്പറമ്പ് പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വയോധികനെ വഴിയിൽ തടഞ്ഞുവെച്ച് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ശനിയാഴ്ച രാത്രി നടന്ന സംഭവത്തിൽ മച്ചിങ്ങൽ അഷ്റഫ് എന്ന വയോധികനാണ് ആക്രമണത്തിനിരയായത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ആക്രമണമെന്ന് പരാതിയിൽ പറയുന്നു. പിതൃതുല്യമായി കരുതുന്ന സഹോദര മക്കളാണ് അഷ്റഫിനെ വഴിയിൽ തടഞ്ഞുവെച്ച് ഇരുട്ടിന്റെ മറവിൽ അതിക്രൂരമായി മർദ്ദിച്ചത്. കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയായിരുന്നു ആക്രമണമെന്ന് പരിക്കേറ്റ അഷ്റഫ് പറയുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഷ്റഫ് ബോധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലയ്ക്കും വാരിയലിനും ഗുരുതര പരിക്കേറ്റതായാണ് വിവരം. ഇതിനു മുൻപും സ്ഥലമളക്കാനെത്തിയ ഒരാളെ ഇതേ സംഘത്തിലുള്ളവർ മർദ്ദിച്ചിരുന്നുവെന്നും ആക്രമികൾ സ്ഥിരം പ്രശ്നക്കാരാണെന്നും അഷ്റഫ് ആരോപിച്ചു. പള്ളിയിൽ നിന്ന് വരിക, നിസ്കാരം കഴിഞ്ഞ് ആശം കഴിഞ്ഞിട്ട് വരിക. അപ്പം അവിടെ മാറി നിന്നത് എനിക്കറിയില്ല. ഓല് മാറി നിൽക്കണം രണ്ടാൾ. അവിടുന്ന് എന്നെ വള്ളി വെച്ച് തള്ളിയിട്ടിട്ട് തന്നെ കുത്തണത് തലക്ക്. എന്നെ കൊന്നു കളിയിൽ നിറഞ്ഞിക്കണ് മതിച്ച് ജീവിച്ചതെന്ന്. അതിൽ ഞാൻ പേടിച്ചു. ഇല്ല, ഞാൻ വീണിട്ട് അവിടുന്ന് രണ്ട് മൂന്നാളും കൂടി നിന്ന് ഇടിച്ചാണ് എന്നെ. രണ്ടാളുണ്ട്. മറ്റേ ഓളപ്പുറത്ത് നിന്ന് ഓള് പറഞ്ഞയച്ചതാ, ഓളമ്മ. മനസ്സിലായ സ്ഥലത്തിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുമ്പിൻ്റെ അഞ്ചനെ തച്ചിക്കണ്, അഞ്ചനെ തച്ച് തള്ളിയിട്ടിക്കണ്. പരാതി കൊടുത്തിക്കണ്. പരാതി അതാ. എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ ആക്രമിക്കാൻ? 2 പേര്. ഇവര് നിങ്ങള് കരുതി കൂട്ടി കാട്ടുന്നുണ്ടാവാ. ഞാൻ കൊളർത്തിട്ടില്ല. അതാണ് ആ പണി. കൊല്ലാൻ വേണ്ടി കൊല്ലും തന്നെ പറഞ്ഞത്. അകുമത്താണ് ഉന്തി മറിച്ചിന്നെ. അവിടെ ചവിട്ടും ചെയ്തിക്കണ്. നന്നായിട്ട് ഇടിച്ചും ചെയ്തിക്കണ്. ആ ഇടിച്ചതിലാണ് മൂക്കൊക്കെ പൊട്ടി ആകെ ചോരയിലും കുട്ടികളും കൊണ്ടത്. അതിലേക്ക് പിന്നെ ബോധമില്ലാതായി. ഏകദേശം എത്ര പ്രായമുള്ള ആളുകളാണ് ഈ ചെയ്തിരുന്നത്? ഒരു 30 വയസ്സുണ്ടോ ഒരാൾക്ക്. ചെറുപ്പക്കാരാണ്. ഒരാൾക്ക് അതിൻ്റെ താഴെയുള്ളവനാണ്. എൻ്റെ കാരണവനെ മക്കളാണ്. അവിടെ അടുത്തുള്ളവരൊക്കെ കണ്ടിരിക്കണം. മൊത്തം ആൾ വന്നിരിക്കണം. അപ്പോൾ ഇതിന് കുറച്ച് ആൾക്കാരൊക്കെ വന്നു. എൻ്റെ നൊളോളി കേട്ടിട്ട് വന്നതെല്ലാവരും. നാട്ടുകാരെ വന്നു. കേസായിട്ട് മുന്നോട്ട് പോവാം. അതാ ചെവിയതാ വേദന. ചെവിന്ന് ചോര വന്നിക്കണ്. ഇതാ ഈ തലമക്കഥമായ കണ്ടില്ല. ഊരക്ക് ഇത് ചവിട്ടിയിട്ട് ഇതിലിതാ ഈ വാരിയല്ലിൻ്റെ ഇതിൽ വേദനയാണ്. ചവിട്ടിക്കണത് ഇതുണ്ട്. ഇതിലിളക്കാൻ വെച്ച പുറത്തൊക്കെ അത് മുറി കണ്ടില്ലേ. പുറത്തും മുറിയുണ്ട്. ശ്വാസം വിടാൻ തന്നെ വെച്ച. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്രവ്യാപാര രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി എംഎക്സ് ഗ്രൂപ്പിന്റെ 6ാമത് ഷോറൂം എംഎക്സ് വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. പാരമ്പര്യവും ആധുനികതയും ഇഴചേർന്ന വിവാഹ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരം. നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെൻസ് കളക്ഷൻസ്. കുഞ്ഞു മനസ്സുകളുടെ ചിറകുകൾക്ക് വർണ്ണമേകാൻ കിഡ്സ് കളക്ഷൻ. നറുക്കെടുപ്പിലൂടെ നേടാം നിരവധി സമ്മാനങ്ങളും ക്യാഷ് ബാക്ക് ഓഫറുകളും. വളാഞ്ചേരിയെ പട്ടണിയിക്കുന്ന തുടർന്നും ഏവർക്കും സ്വാഗതം. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ എംഎക്സ് വെഡിംഗ് സെന്റർ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഓൾസോ അറ്റ് പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.